ഹലോ കൂട്ടുകാരെ, നല്ലൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി നമുക്ക് കുറച്ച് 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്കതിന് വേണ്ടുന്ന മസാലകൾ ചേർക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇത്രയാണ് ആദ്യം നമ്മൾ ചേർത്ത് പുരട്ടേണ്ടത്. അത് നമ്മൾ കുക്കറിലേക്ക് ഇടുക. കുക്കറിലിരിക്കുന്ന ഇറച്ചിക്കകത്തിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം നല്ലപോലെ പുരട്ടി, കൈകൊണ്ട് റെഡിയാക്കി നല്ലപോലെ പുരട്ടി അമക്കി വെക്കണം. നല്ലപോലെ പുരട്ടിയതിന് ശേഷം അത് അമക്കി വെക്കണം. അമക്കി വെക്കുന്നതൊന്നും നല്ലപോലെ വേകാൻ വേണ്ടിയാണ്, ഇത് കിട്ടാനാണ്. മൂത്ത ബീഫാണെങ്കിൽ അത് കറക്റ്റായിട്ട് വരണ്ടേ. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നതല്ല, ഈ കഴുകി വെക്കുന്ന വെള്ളമേ ഉള്ളൂ. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് വിസിൽ വരുന്നിടം വരെ നമ്മൾ നോക്കിയിരിക്കേണ്ട. ആ നേരം കൊണ്ട് ഇവിടെ എന്തുവാ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ അരിയണ്ടേ. ഏതാണ്ട് അതെല്ലാം അരിഞ്ഞ് വെച്ച് ആ സമയം കൊണ്ട് അപ്പോൾ അതെല്ലാം റെഡിയായിട്ടുണ്ട്. അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാനുള്ള എല്ലാം കറക്റ്റായിട്ട് ചേർക്കണം. അപ്പോൾ നമ്മൾ ചട്ടി ഇനി അടുപ്പേ വെക്കുക. അതായത് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അത് നല്ലപോലെ വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുന്നത് വരെ നമ്മൾ ആ ബീഫ് ഒന്ന് തുറന്ന് വെച്ച് വെക്കുവാണ് കുക്കറാകത്ത് ചെയ്ത്. അതിന് ശേഷം വേണ്ട എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായി വന്ന എണ്ണയ്ക്കകത്തിലേക്ക് കടുകിട്ട് ഒരു ഞുള്ള് ജീരകമിട്ട്, ചെറിയ ജീരകം ഒരു ഞുള്ളു ഉലുവായിട്ടിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ആ മണത്തിനും സ്വാദും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് അതിട്ടേക്കുന്നത്. അതിനുശേഷം അത് മൂത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, തേങ്ങാക്കൊത്തിട്ട് കൊടുക്കണം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക, എണ്ണയ്ക്കകത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ആ തേങ്ങാക്കൊത്ത് നമ്മൾ മൂത്ത് വരുന്നിടം വരെ, ഒരു ശകലം ബ്രൗൺ കളറാകുന്നിടം വരെ അത് നോക്കി നിന്ന് കറക്റ്റാകണം. ആ ബ്രൗൺ കളറായതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് കിട്ടിയാലേ നല്ല സ്വാദ് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരുവിധം തേങ്ങാക്കൊത്ത് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും ഒരു പരുവം മൂത്തതിന് ശേഷമാണ് നമ്മൾ സവാള ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു പരുവം അത് വെളുത്തുള്ളി ഇഞ്ചി മൂത്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്ത സവാള ചേർത്ത് കൊടുക്കുക. സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് അതിന് ശേഷം അത് നല്ലതുപോലെ ഇളക്കി ഒരു പരുവം മൂത്ത് ഈ പറയുന്നത് പോലെ തന്നെ ബ്രൗൺ കളറാകുമ്പോഴാണ് നമുക്ക് ഈ സവാളയുടെ കറക്റ്റ് ഇതാകത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടിയിരിക്കണം. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് പെതുക്കെ എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഇനി അതിലേക്ക് നമ്മൾ മൂത്തെന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ഇട്ട് അതൊന്ന് നല്ലതുപോലെ ഇളക്കി അതും ഒന്ന് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ മസാലകൾ ചേർക്കേണ്ടത്. അതായത് പൊടികളെല്ലാം ചേർക്കേണ്ടത്. 2 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമ്മൾ ചേർക്കേണ്ടത്. അതിനകത്തേക്ക് നല്ലതുപോലെ ചേർത്തതിന് ശേഷം അത് അതിനകത്തിലേക്ക് നല്ലതുപോലെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി ഒരു ബ്രൗൺ പരുവമാകുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തിലേക്ക് ഇടണം. അതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം ചെയ്തില്ല, കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം മാത്രം ബീഫ് ആഡ് ചെയ്യാവുള്ളൂ. കറിവേപ്പില ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് തോർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ്, അത് നമ്മൾ വെള്ളമെല്ലാം കളഞ്ഞ് തോർത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫാണത്. അത് നല്ലപോലെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ അത് ഇളക്കി കൊടുക്കണം. എല്ലാത്തിലും മസാല പിടിക്കുന്നിടം വരെ അത് ഇളക്കി കൊടുക്കണം നല്ലപോലെ. നമുക്ക് കൂടുതലും ബീഫ് ഫ്രൈ ചെയ്യുന്നതിനകത്ത് നമുക്ക് വേണ്ടത് അത്യാവശ്യമായിട്ട് അവിടെ എപ്പോഴും ഇളക്കി കൊടുക്കാമെന്ന് മാത്രമാണ്. അത് ഇങ്ങനെ മസാല പിടിപ്പിച്ചിരിക്കണം. അത്യാവശ്യം ചെറിയ തീയിലില്ല, ഒരു ഇളം തീയിൽ തന്നെ വേണം. അതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അത് അവരവരുടെ ഇഷ്ടത്തിനുള്ള ഉപ്പുകളാണ്. നമ്മൾ ഈ മസാല എല്ലാം ചേർത്തതിന് ശേഷവും ബീഫ് ചേർത്തതിന് ശേഷവും എല്ലാം പുരട്ടിയതിന് ശേഷവും ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നേരത്തെ ഉപ്പിട്ടതാണ് എങ്കിൽ തന്നെയും ആവശ്യത്തിന് ഉപ്പ് ഇപ്പം നമ്മൾ മസാലയ്ക്കുള്ള ഉപ്പോട് ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി റെഡിയാക്കി ക്ലിയറാക്കി വരുമ്പോൾ നമുക്ക് വീണ്ടും അത് മൂത്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്തിലേക്ക് വീണ്ടും നമ്മൾ ഇച്ചിരി തേങ്ങാക്കൊത്തും സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയൊക്കെ ചേർക്കും. ആദ്യം നമ്മൾ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കും. തേങ്ങാക്കൊത്തൊന്നും നല്ലപോലെ ഒന്ന് പെരണ്ടതിന് ശേഷം പിന്നെയാണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കത്തുള്ളൂ. ആദ്യം തേങ്ങാക്കൊത്ത് പെറുക്കി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കും. ഇളക്കി അത് എല്ലായിടത്തും ഒന്ന് ആകുന്നെന്ന് കാണുമ്പോൾ അത് റെഡിയായി ശകലം ഒന്ന് മൂത്തതിന് ശേഷം ഉടനെ തന്നെ പിന്നെ നമ്മൾ ചെയ്യുന്നത് സവാള ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സവാള എടുത്ത് അതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കും.
ആ സവാള നല്ലതുപോലെ ഇളക്കി ഈ ബീഫും മസാലകളും എല്ലാമായിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി റെഡിയാക്കി ഒന്ന് തോർത്തി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബീഫ് ഫ്രൈ റെഡിയായിട്ട് കിട്ടും. അതിലേക്ക് പിന്നെ ശകലം കറിവേപ്പിലയും കൂടെ ചേർത്താൽ ബീഫ് അതിൻ്റെ ഒരു 3/4 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മൂക്കുന്നിടം വരെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ ഒരു ശകലം നേരം ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടും എനിക്കുണ്ടാകണം.